നമസ്കാരം, ഞാൻ സിദ്ദിഖ്. ഓരോ സിനിമയും ഒരുപാട് പ്രതീക്ഷകളോടെയാണ് തിയേറ്ററുകളിലേക്ക് എത്തുന്നത്. പക്ഷേ അതിൽ പലതിനും പരാജയപ്പെടാനായിരിക്കും വിധി. അതിൻ്റെ കാരണം ചിലപ്പോൾ മോശം കഥയാകാം, മോശം തിരക്കഥയാകാം, മോശം സംഭാഷണങ്ങളാകാം, അല്ലെങ്കിൽ മോശം അഭിനയമാകാം. അങ്ങനെ പരാജയപ്പെട്ട സിനിമകൾ അതിന് മറ്റൊരു കഥയായിരുന്നെങ്കിൽ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്നാൽ ഞാൻ അങ്ങനെ ഒന്ന് ചിന്തിക്കുക. ഇത് തികച്ചും എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ മാത്രമാണ്. നമ്മൾ ഈ സെഗ്മെൻറ്റിൽ സംസാരിക്കുന്നത് പരാജയപ്പെട്ടു പോയ സിനിമകൾക്ക് മറ്റൊരു കഥയായിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടാകും. Sound rolling. 1/12. Take 2. Camera. Rolling. രണ്ടായിരത്തി 2022 ഉദയകൃഷ്ണ കഥയും തിരക്കഥയും എഴുതി ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത് നമ്മുടെ സ്വന്തം ലാലേട്ടൻ അഭിനയിച്ച നെയ്യാറ്റിൻകര ഗോപൻ്റെ ആറാട്ട്, ആ സിനിമയിലെ മറ്റൊരു കഥയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. പാലക്കാട്ടെ ഒരു ഉൾനാടൻ ഗ്രാമമാണ് മുതലക്കോട്ട. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു TV പരിപാടിയിൽ ശ്രീരാമൻ ചേട്ടൻ്റെ ക്യാരക്ടർ ആ ഗ്രാമത്തിൻ്റെ നന്മയും നേർമയും ഒക്കെ പറയുന്നു. അതിനുശേഷം ആ TV പരിപാടിയിലൂടെ തന്നെ ആ ഗ്രാമത്തിലെ ഓരോരുത്തരെയായി പരിചയപ്പെടുത്തുന്നു നമുക്ക് മുന്നിലേക്ക്. അതിൽ കുമാർജി എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം അന്നാട്ടിൽ പ്രളയമുണ്ടായ സമയത്ത് ആ ഗ്രാമത്തിലുള്ളവരെ സഹായിക്കാനായിട്ട് അവിടേക്ക് വന്നതാണ്. അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു 4 ചെറുപ്പക്കാരുണ്ടായിരുന്നു. അയ്യപ്പൻ, റോഷൻ, റോബിൻ, റോക്കി. ആ 4 ചെറുപ്പക്കാർ ആ ഗ്രാമത്തിന് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ആ പ്രളയകാലത്ത് മാത്രമല്ല, അതിനുശേഷവും അവിടെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതെല്ലാം പരിഹരിക്കാനായിട്ട് അവർ 4 പേരുടെയും സാന്നിധ്യം ഉണ്ടായിരുന്നു. അന്ന് മുതൽ അവരെ അറിയപ്പെടുന്നത് മുതലക്കോട്ട ബറ്റാലിയൻ എന്നാണ്. ആ പ്രളയകാലത്ത് അവരെ സഹായിച്ചതിൻ്റെ പേരിൽ ആ നാട്ടിലെ ജനങ്ങളെല്ലാവരും ആ കുമാർജിക്കും മുതലക്കോട്ട ബറ്റാലിയനും വേണ്ടി ഒരു ആശ്രമം പണിതു കൊടുത്തു. അത്രയ്ക്കും നല്ല മനുഷ്യരാണ് ആ ഗ്രാമത്തിലുള്ളത്. ഒരു ദിവസം ആ ആശ്രമത്തിലേക്ക് അന്നാട്ടിലെ കുറച്ച് യുവജനങ്ങൾ, ചെറുപ്പക്കാർ അവിടേക്ക് വരുന്നു യോഗയിൽ പങ്കെടുക്കാനായിട്ട്. അക്കൂട്ടത്തിൽ ആ നാട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റായ നാരായണപിള്ളയുടെ മകൾ, അതായത് നന്ദുചേട്ടൻ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ, അദ്ദേഹത്തിൻ്റെ മകൾ അഞ്ജലിയെ ഒറിജിനൽ സിനിമയിൽ അവതരിപ്പിച്ചത് ശ്രദ്ധ ശ്രീനാഥായിരുന്നു. RDO അഞ്ജലി എന്ന ക്യാരക്ടർ. ആ പുള്ളിക്കാരിയും അവിടെയുണ്ട്. അപ്പോൾ അവൾ വരുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം അവിടെ അയ്യപ്പനെ കാണുക എന്നുള്ളത് മാത്രമാണ്. കാരണം അഞ്ജലിയും മുതലക്കോട്ട ബറ്റാലിയനിലെ അയ്യപ്പനും തമ്മിൽ പ്രണയത്തിലാണ്. അവർ തമ്മിലുള്ള ബന്ധം കുമാർജിക്കും അറിയാം, അവരുടെ കൂട്ടുകാരായിട്ടുള്ള റോഷനും റോക്കിക്കും റോബിനും അറിയാം. ഒരു മനോഹരമായ സോങ്ങിലൂടെ അവരുടെ പ്രണയം എസ്റ്റാബ്ലിഷ് ചെയ്യും. ആ സോങ് കഴിഞ്ഞാലുടൻ കാണിക്കുന്നത് ഇടത്തല മത്തായിയുടെ വീടാണ്. ഇടത്തല മത്തായി, അതായത് ആ നാട്ടിലെ നാട്ടുരാജാവ്, നല്ല ഒന്നാം തരം ക്രിമിനൽ. അയാൾക്ക് 2 മക്കളുണ്ട്, ഇടത്തല ബാബു, ഇടത്തല ബേബി. 2 പേരും അപ്പനെ പോലെ തന്നെ ക്രിമിനൽസ്. അവിടെ അയാളുടെ വീട്ടിൽ ഇടത്തല ബാബുവും ബേബിയും ചേർന്ന് ഒരാളെ അയാളുടെ ഭാര്യയുടെയും മകളുടെയും മുന്നിലിട്ട് ക്രൂരമായി തല്ലിച്ചതയ്ക്കുകയാണ്. പലിശയ്ക്ക് വാങ്ങിയ പണം തിരികെ കൊടുത്തില്ല എന്നതായിരുന്നു അയാളെ മർദ്ദിക്കാനുള്ള കാരണം. വളരെ ക്രൂരന്മാരായതുകൊണ്ട് തന്നെ ആ ഭാര്യയുടെയും മകളുടെയും മുന്നിൽ വെച്ച് അയാളുടെ 2 കൈകളും 2 കാലുകളും ഇടത്തല ബാബുവും ബേബിയും ചേർന്ന് ഓടിക്കുന്നു. ആ സമയത്താണ് ഒരു സ്കൂട്ടറിൽ അതുവഴി പാസ് ചെയ്യുകയായിരുന്ന അഞ്ജലി ഒരു നിലവിളി കേട്ട് അവിടേക്ക് കയറി വരുന്നത്. അവിടേക്ക് വരുന്ന അഞ്ജലി ഒരു പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ മകളെന്ന നിലയിൽ ആ പ്രശ്നത്തിൽ ഇടപെടും. പക്ഷെ അവൾ പ്രതീക്ഷിച്ചതിലും വിപരീതമായിരുന്നു സംഭവിച്ചത്. വളരെ മോശക്കാരായ ഇടത്തല മത്തായിൽ നിന്നും ബാബുവിൽ നിന്നും ബേബിയിൽ നിന്നും അവൾക്ക് മോശമായ ഒരു അനുഭവമാണ് ഉണ്ടായത്. അവർ അവളെ തേറി പറഞ്ഞ് ഓടിക്കുന്നു. അഞ്ജലി പോയതിനു ശേഷം ഇടത്തല മത്തായി മക്കളോട് പറഞ്ഞു, ഇവിടെ ഈ വീട്ടിൽ കയറി വന്ന് നമ്മളോട് എതിർത്ത് സംസാരിച്ച അവൾ ദുഃഖിക്കണം. ഈ ജീവിതകാലം മുഴുവൻ അവൾ അതിനെ ഓർത്ത് ദുഃഖിക്കണം.
അതിനെ ഇടത്തല ബാബുവും ബേബിയും അംഗീകരിക്കും. കുറച്ച് ദിവസത്തിന് ശേഷം കുമാർജിയുടെ നേതൃത്വത്തിൽ അയ്യപ്പനും കൂട്ടരും നാരായണപിള്ളയുടെ വീട്ടിലേക്ക് പോയി. ഉദ്ദേശം മറ്റൊന്നുമല്ല, പെണ്ണ് കാണലായിരുന്നു ലക്ഷ്യം. സംഭവങ്ങൾ അറിഞ്ഞ് നാരായണപിള്ള ഒന്ന് മടിച്ചെങ്കിലും അയ്യപ്പനിലെ നല്ലൊരു ചെറുപ്പക്കാരനെ തിരിച്ചറിഞ്ഞ നാരായണപിള്ള ആ വിവാഹത്തിന് സമ്മതം നൽകി. ഒരു 3 ആഴ്ച കഴിഞ്ഞ്, അതായത് ആ നാട്ടിലെ ക്ഷേത്രത്തിലെ ആറാട്ട് കഴിഞ്ഞ് ആ കല്യാണം നടത്താം എന്നായിരുന്നു അവർ തീരുമാനിച്ചത്. വിവാഹം ഉറപ്പിച്ചതിന് ശേഷം ആ നാട്ടിലെ എല്ലാ ആൾക്കാരെയും നാരായണപിള്ള വിവാഹത്തിലേക്ക് ക്ഷണിക്കാനായിട്ട് തുടങ്ങി. അക്കൂട്ടത്തിൽ ഇടത്തല മത്തായിയുടെ വീട്ടിലേക്കും പോയി. അങ്ങനെ ഇടത്തല മത്തായിയെയും ഇടത്തല ബാബുവിനെയും ഇടത്തല ബേബിയെയും നാരായണപിള്ള കല്യാണത്തിന് ക്ഷണിക്കുന്നു. അവിടെ വിവാഹം ക്ഷണിച്ചതിന് ശേഷം അതായത് നാരായണപിള്ള അവിടെ നിന്ന് പോകുന്നു. പോയി കഴിഞ്ഞ ഉടനെ ഇടത്തല മത്തായി മക്കളോട് കയർത്ത് സംസാരിച്ചു. അന്ന് ഇവിടെ ഈ വീട്ടിൽ കയറി വന്ന് നമ്മളെ എതിർത്ത് സംസാരിച്ച അവളെ നിങ്ങൾ എന്താണ്ടൊക്കെയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഒന്നും ചെയ്ത് കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള പ്ലാനുകളൊക്കെ ഞങ്ങൾ തയ്യാറാക്കി വരികയാണ് എന്ന് ഇടത്തല ബാബുവും ഇടത്തല ബേബിയും ഇടത്തല മത്തായി അറിയിക്കും. ഒരു ദിവസം താൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലേക്ക് കല്യാണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി ലീവ് പറയാനും മറ്റു കൂട്ടുകാരെയൊക്കെ ക്ഷണിക്കാനും വേണ്ടി നാരായണപിള്ളയോട് പറഞ്ഞു അവൾ വീട്ടിൽ നിന്ന് യാത്രയാവും. കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഒരുപാട് സമയം കഴിഞ്ഞിട്ടാണ് അവൾ തിരികെ വരുന്നത്. ആ തിരികെ വരുന്ന വഴിക്ക് ഇടത്തല ബാബുവും ബേബിയും അവളെ കരുതിക്കൂട്ടി ആക്രമിക്കുന്നു. അവളെ തടഞ്ഞു നിർത്തി അവളെ ബലമായി പിടിച്ചു വലിച്ചു കൊണ്ടുപോകും. അവളെ ദൂരെയുള്ള ഒരു ആളൊഴിഞ്ഞ കെട്ടിടത്തിൽ കൊണ്ടുപോയി ക്രൂരമായി ബലാത്സംഗം ചെയ്യും. നേരമേറെ കഴിഞ്ഞിട്ടും സ്വന്തം മകളെ കാണാതെ നാരായണപിള്ള ഒരുപാട് ടെൻഷനായി. അതേപോലെ തന്നെ അയ്യപ്പനെ ആ കാര്യം വിളിച്ച് അറിയിക്കുകയും ചെയ്തു. അങ്ങനെ അയ്യപ്പനും മുതലക്കോട്ട ബറ്റാലിയനും നാരായണപിള്ളയും ചേർന്ന് അവളെ അന്വേഷിച്ചിറങ്ങി. ആ രാത്രി മുഴുവൻ അന്വേഷിച്ചിട്ടും അവർക്ക് അവളെ കണ്ടെത്താനായില്ല. പിറ്റേ ദിവസം രാവിലെ ഇടത്തല മത്തായി നാരായണപിള്ളയെ ഫോൺ വിളിച്ചറിയിച്ചു. ഗ്രാമത്തിൻ്റെ അധികം ആരും പോകാത്ത ഒരു സ്ഥലത്ത്, അതിർത്തി പ്രദേശത്ത് അഞ്ജലി മരിച്ചു കിടക്കുന്നു. ഞെട്ടിപ്പോയി. അവർ അവിടേക്ക് ഓടി. ഇടത്തല മത്തായി പറഞ്ഞ ആ സ്ഥലത്തേക്ക് അയ്യപ്പനും നാരായണപിള്ളയും ആദിയോടെ ഓടിയെത്തി. അവർ കാണുന്നത് അതിക്രൂരമായ ബലാത്സംഗത്തിനിരയായി പൂർണ്ണ നഗ്നയായി കിടക്കുന്ന അഞ്ജലിയാണ്. തൻ്റെ മുണ്ട് വലിച്ചൂരി അയ്യപ്പൻ ഓടി അവളുടെ അടുത്തേക്കെത്തി അവളുടെ ദേഹം, നഗ്ന ശരീരം പുതപ്പിച്ചു. എന്നിട്ട് അവളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ഈ ഒരു അവസ്ഥ താങ്ങാൻ കഴിയാതെ നാരായണപിള്ള തളർന്നിരുന്നു പോയി. ആ കെട്ടിപ്പിടിച്ച് കരയുന്നതിൻ്റെ ഇടയിലും അവൾ ചെറുതായൊന്ന് ഞരങ്ങുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു നിമിഷം പോലും പാഴാക്കാതെ അവർ രണ്ടുപേരും അവളെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. പോലീസ് എത്തി കേസെടുക്കുന്നുണ്ടെങ്കിലും ഇടത്തല ബാബുവിനെയും ബേബിയെയും അറസ്റ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നേയില്ല. അതേപോലെ തന്നെയാണ് കേസ് കോടതിയിലെത്തുന്നത്. വാദി പ്രതിയാകുന്ന രീതിയിലാണ് ഇടത്തല ബാബുവിൻ്റെയും ബേബിയുടെയും വക്കീല് അവർക്ക് വേണ്ടി വാദിച്ചത്. കേസിൽ നിന്ന് അവർ സിമ്പിളായിട്ട് ഊരിപ്പോരുകയും ചെയ്തു. മാനവും പോയി, കേസും തോറ്റു. അങ്ങനെ ഒരു അവസ്ഥയിൽ ഇനി മുന്നോട്ട് ജീവിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി അഞ്ജലി ആത്മഹത്യക്ക് ശ്രമിക്കുന്നു. പക്ഷേ നാരായണപിള്ളയുടെ സമയോചിതമായ ഇടപെടൽ മൂലം അഞ്ജലി അയാൾക്ക് രക്ഷിക്കാനായി. അതോടുകൂടി അയ്യപ്പനും കൂട്ടരും ഒരു കാര്യം തീരുമാനിച്ചു. ഇങ്ങനെ കൈയും കെട്ടി നോക്കി വെറുതെ നിന്നാൽ പറ്റില്ല. അവർക്ക് ചെയ്യാൻ കഴിയുന്നത് അവർക്കും ചെയ്യണം. അങ്ങനെ അവർ ഇടത്തല ബാബുവിനെയും ബേബിയെയും ആക്രമിക്കാൻ തീരുമാനിച്ചു. ഒരു ദിവസം രാത്രിയിൽ ഇടത്തല ബാബുവും ബേബിയും വീട്ടിലേക്ക് വരുന്ന വഴി മുതലക്കോട്ട ബറ്റാലിയൻ അവരെ ആക്രമിച്ചു. അവരെ കൊല്ലുക എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തോടെയാണ് മുതലക്കോട്ട ബറ്റാലിയൻ അവരെ ആക്രമിച്ചത്. നല്ല രീതിയിലുള്ളൊരു ഫൈറ്റ് നടന്നു. പക്ഷേ അവർക്ക് ഇടത്തല ബാബുവിനെയും ബേബിയെയും ഒന്ന് നുള്ളി നോക്കാൻ പോലും കഴിഞ്ഞില്ല. അത്രയ്ക്കും ട്രെയിൻഡ് ഫൈറ്റേഴ്സിനെ പോലെയാണ് അവരവരോട് ഫൈറ്റ് ചെയ്തത്. അത് മാത്രമല്ല, ആ ഫൈറ്റിൽ മുതലക്കോട്ട ബറ്റാലിയന് നല്ല രീതിയിൽ പരിക്കും പറ്റി.
പിറ്റേന്ന് രാവിലെ ഇടത്തല ബാബുവും ബേബിയും മത്തായിയും കൂടി ചേർന്ന് വന്ന് നാട്ടുകാർ അവർക്ക് വേണ്ടി പണിത് കൊടുത്ത ആ ആശ്രമം കത്തിച്ചു കളഞ്ഞു. അതോടുകൂടി ഒരു അരാജകത്വം എന്ന നിലയിലായി ആ നാട്ടിലെ കാര്യങ്ങളെല്ലാം. പോകാനൊരിടമില്ലാതെ നടു റോഡിൽ നിൽക്കുമ്പോൾ നാരായണപിള്ള അവർക്ക് തൻ്റെ ഔട്ട് ഹൗസിൽ അഭയം നൽകി. അന്ന് രാത്രി എല്ലാവരും കൂടി ആലോചിക്കുമ്പോൾ ഇനി എന്ത് ചെയ്യണമെന്ന് കൂടി ആലോചിക്കുമ്പോൾ അഞ്ജലി അവിടേക്ക് വന്നു. അഞ്ജലി അവിടേക്ക് വന്നിട്ട് പറഞ്ഞു, ഇനി ആരും ഇതിൻ്റെ പുറകിലേക്ക് പോകണ്ട, ഇനി തനിക്കൊരു വിവാഹ ജീവിതമില്ല, അതുകൊണ്ട് തന്നെ ഇനി ആരും ഇതിൻ്റെ പുറകെ പോകണ്ട എന്ന് പറയുന്നു. അപ്പോൾ നാരായണപിള്ള ചോദിച്ചു, മോളെ, നിനക്കൊരു വിവാഹ ജീവിതം ഇല്ലെങ്കിൽ നീ ഭാവിയിൽ എങ്ങനെ ജീവിക്കും? അപ്പോൾ അവൾ പറഞ്ഞു, എന്നെപ്പോലൊരു പെണ്ണിന് ആര് സ്നേഹിക്കും, ആര് സ്വീകരിക്കും? ഇനി അഥവാ അങ്ങനെ ആരെങ്കിലും വന്നാൽ തന്നെ എനിക്കതിന് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് അടുത്തൊരു ചോദ്യം ഫേസ് ചെയ്യാൻ നിൽക്കാതെ അവൾ അകത്തേക്ക് കയറിപ്പോയി. അവളെ എങ്ങനെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കുമെന്ന് ആകപ്പാടെ കൺഫ്യൂഷനിലായി നിൽക്കുകയാണ് എല്ലാവരും. അപ്പോഴും കുമാർജി ഗഹനമായ എന്തോ ഒരു ചിന്തയിലാണ്. അയാൾ എന്തോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് അയാൾ പറഞ്ഞു, ഒരാളുണ്ട്, അയാൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്ത് തീർക്കാൻ പറ്റും. അയാൾ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകനാണ്. ചെറുപ്പം മുതലേ അല്പം തലതിരിഞ്ഞവനായിട്ടാണ് വളർന്നത്. എന്നുവെച്ച് മോശപ്പെട്ട സ്വഭാവക്കാരനാണെന്നല്ല. അവന് ശരിയെന്ന് തോന്നുന്ന കാര്യത്തിന് അവൻ ഏതറ്റം വരെയും. നമ്മുടെ ഒരു അവസാന ശ്രമം എന്ന നിലയ്ക്ക് അവനെ കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് കുമാർജി പറഞ്ഞു. അപ്പോൾ അയ്യപ്പൻ ചോദിച്ചു, ഇതൊരു വള്ളിക്കെട്ടാകുമോ? കുമാർജി പറഞ്ഞു, ഒരിക്കലുമില്ല, എന്തായാലും ഞാൻ അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് അയാളെ വിളിക്കുന്നു. പക്ഷേ കോൾ എടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ അച്ഛനാണ്, ശ്രീധരൻ മാസ്റ്റർ. ആ ക്യാരക്ടർ അവതരിപ്പിക്കുന്നത് നെടുമുടി വേണുചേട്ടനാണ്. കുമാർജി ശ്രീധരൻ മാസ്റ്ററോട് കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. കാര്യങ്ങളെല്ലാം കേട്ട ശേഷം ശ്രീധരൻ മാസ്റ്റർ പറഞ്ഞു, അവനിപ്പോൾ ജയിലിലാണ്, ഒരു 2 ദിവസം കഴിയുമ്പോൾ പരോളിലിറങ്ങും. ആ സമയത്ത് ഞാൻ അവനെ കൊണ്ട് മുതലക്കോട്ടയിലേക്ക് വരാമെന്ന് പറഞ്ഞു എന്ന് ഉറപ്പ് കൊടുത്തതിന് ശേഷം അവർ ഫോൺ കട്ട് ചെയ്തു. നാരായണപിള്ള ചോദിച്ചു, ആരാണ് കുമാർജി ആ ആള്, അയാളുടെ പേരെന്താണ്? കുമാർജി പറഞ്ഞു, ഗോപൻ, നെയ്യാറ്റിൻകര ഗോപൻ. പിന്നീട് കാണിക്കുന്നത് ജയിലിൽ നിന്നിറങ്ങുന്ന നെയ്യാറ്റിൻകര ഗോപനെ കാത്തു നിൽക്കുന്ന ശ്രീധരൻ മാസ്റ്ററും നെയ്യാറ്റിൻകര ഗോപൻ്റെ സന്തത സഹചാരിയായ ശിവശങ്കരനെയാണ്. അതായത് ശിവശങ്കരൻ്റെ ക്യാരക്ടർ അവതരിപ്പിക്കുന്നത് നമ്മുടെ സിദ്ദീഖാണ്. പുള്ളി ഒറിജിനൽ സിനിമയിൽ അവതരിപ്പിച്ചത് CI ശിവശങ്കരൻ എന്ന് പറയുന്നൊരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ അതിനുശേഷം അവർ കാത്തു നിൽക്കുന്നു. അപ്പോൾ ജയിലിൻ്റെ ആ വാതിൽ തുറന്ന് ലാലേട്ടൻ്റെ എൻട്രി. നെയ്യാറ്റിൻകര ഗോപൻ മീശയൊക്കെ പിരിച്ചു വെച്ച് നേരെ ഇങ്ങോട്ട് നടന്നു വന്ന് മുകളിലേക്ക് ഇങ്ങനെ കൈയൊക്കെ ആക്കിയിട്ട് ഹരഹരോ ഹരഹര. അതായത് അവിടെയാണ് ഇൻ്റർവെൽ. ആ ഇൻ്റർവെല്ലിന് പകരമായിട്ട് നമ്മൾ എഴുതി കാണിക്കുന്നത് നെയ്യാറ്റിൻകര ഗോപൻ്റെ ആറാട്ട് ഇവിടെ തുടങ്ങുന്നു. ഇതാണ് ഞാൻ ചിന്തിച്ച കഥയുടെ ഇൻ്റർവെൽ പോർഷൻ. അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങൾ പറയുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു. അടുത്ത ഭാഗം ഉടൻ തന്നെ വരും.